ഹായ്, ഞാൻ ആൽബർട്ട് ടോറിനോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെമ്പേരി തന്നെയാണ്. നമ്മളൊരു വർക്ക് സൈറ്റിലാണെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ക്ലയൻറ്റിനെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് നമ്മളെ തോമസ് അലക്സ് എന്ന് പറഞ്ഞ സാറാണ്. സാറ് ഗൾഫിലായിരുന്നു, എഞ്ചിനീയറിംഗ് ആയിരുന്നു. അതിൻ്റെ വിശേഷങ്ങൾ സാറോട് തന്നെ ചോദിക്കാം. സാറ്, നിങ്ങൾ എങ്ങനെയാണ് കൃഷിയിലേക്ക് എത്താൻ കാരണം? 28 വർഷത്തോളം ഗൾഫിൽ ജോലി ചെയ്തു. ഓക്കെ. പിന്നെ ഇത് ഇങ്ങനെ യൂട്യൂബിലും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ കുറേ അഡ്വൈസൊക്കെ തേടിയായിരുന്നു. ഉള്ളതും റിസ്ക് ആണ് കൃഷികളിൽ, എന്നാലും ഒരു റേറ്റ് ഒരു ആവറേജ് നോക്കുമ്പോൾ വില ഒരു ആവറേജ് ഒക്കെ നിൽക്കുന്നുണ്ട്. സിമെന്റ് പൈപ്പ് തന്നെ ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കാൻ കാരണം? PVC ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ കൂടുതലുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ അത് കാലിയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ലൈഫ് നമുക്കൊന്നും പറയാൻ കഴിയില്ല. ഈ വെയിലത്ത് കടന്ന് ടെമ്പർ മാറുമോ പെടരുവോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് അത് ഇതിന് റിസ്ക് ആകും. അതുകൊണ്ടാണ് ഞാൻ സിമെന്റ് പൈപ്പിലോട്ട് തീരുമാനിച്ചത്. സിമെന്റ് പൈപ്പ് അല്ലെങ്കിൽ കോൺക്രീറ്റ് പോസ്റ്റ് ആയിരുന്നു ഉദ്ദേശിച്ചത്. കോൺക്രീറ്റ് പോസ്റ്റിന് നല്ല എക്സ്പെൻസ് ആണ് വരുന്നത്. ഓക്കെ. നിങ്ങളുടെ അപേക്ഷിച്ച് ഒരു ട്രിപ്പിൾ എടുത്തു വരുന്നുണ്ട്. ഇത് നിങ്ങളിപ്പോൾ ഗൾഫ് നിർത്തിയതാണോ? റിട്ടയർമെന്റ് ആണോ അല്ലെങ്കിൽ? റിട്ടയർമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. റിട്ടയർമെന്റ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കൃഷിയിലേക്ക് ഇറങ്ങിയതാണ്. കുറച്ച് ഹൈടെക് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിൻ്റനൻസ് കുറേ വ്യത്യാസം വരും. മാറ്റുകളൊക്കെ ഷീറ്റും വീട് മാറ്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ട്രിപ്പ് ഇറിഗേഷൻ സംവിധാനം എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നല്ല ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അടിവളമൊക്കെ നല്ലപോലെ കൊടുത്ത് പിന്നെ ബാക്കി ട്യൂബ് വഴി എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ലേബർ ചാർജ് കുറെ കുറയ്ക്കാം. കുരുമുളക് കൃഷിക്ക് കൂടുതലായിട്ട് വളം കാര്യങ്ങളൊന്നും വേണ്ട. എന്നാലും ഉള്ള വളങ്ങൾ ബാക്കി നമുക്ക് മര്യാദയ്ക്ക് നനവും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് വളർച്ച ഉണ്ടാവും കൃഷിക്കുന്നത്. ഓക്കെ. നിങ്ങളിവിടെ ഇപ്പോൾ ഏത് തൈയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്? ഞാൻ കുമ്പക്കൽ മോഡലാണ് ഉദ്ദേശിക്കുന്നത്. വലിയ മരങ്ങളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കത് പറിച്ചെടുക്കലും കാര്യങ്ങളും ലേബർ ചാർജും അതെല്ലാം ഈ രീതി നമ്മളെ വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷിയാണ് നമ്മളിവിടെ ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ആൾക്കാർ ഇപ്പോൾ ലാവിന്റെ മുകളിൽ ഇതിന്റെ മുകളിലൊക്കെ അതിനൊന്നുമില്ല. അപ്പോൾ അന്നപ്പോൾ വളം കാര്യങ്ങളൊക്കെ അത് നല്ലൊരു എൻ്റെ ഒരു ഐഡിയയിൽ ഒരു 70% വളങ്ങളും ഈ മരങ്ങൾ വലിച്ചെടുക്കും. ബാക്കി പോയിട്ട് 30% ഇതിലേക്ക് വരുന്നുള്ളൂ. അതിനാണ് കുറച്ച് ഹൈടെക് ആദ്യം ഒരു ഇൻവെസ്റ്റ് വേണം. മരങ്ങളെ അപേക്ഷിച്ചിട്ട് എനിക്ക് തന്നെയാണ് നല്ല ഇൻവെസ്റ്റ് ആയി. ആ പ്ലാറ്റ്ഫോം JCB അല്ലെങ്കിൽ കയറി നടക്കലൊക്കെ കാട് പഠിച്ച് കിടന്ന പ്രദേശമായിരുന്നു. നമ്മളെ വർക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വർക്ക് സൂപ്പർ വർക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെ. ഞാനൊരു ഗ്യാരണ്ടിയെ ചോദിച്ചിട്ടുള്ളൂ, പോസ്റ്റ് പെട്ടരാനോ ഒടിയാനോ പാടില്ല. നിങ്ങൾ പറഞ്ഞു മണ്ണിടിച്ച് പോയി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. അത് ഓക്കെ, അത് നമുക്കൊന്നും 100% ഉറപ്പ് തരാം. അതിപ്പോ പൈപ്പ് നിങ്ങൾ കുരുമുളക് ഉണ്ടായിട്ട് പൊട്ടിപ്പോവുകയാക്കി അങ്ങനത്തെ ഒരു കംപ്ലൈന്റും നമ്മളെ ഇതിൽ ഉണ്ടാവില്ല. ഗ്യാരണ്ടി നമ്മൾ ചെയ്ത് പൈപ്പ് ആണെങ്കിലും ഏണി ചാരാൻ പറ്റില്ല, കോൺക്രീറ്റ് പോളാണെങ്കിലും ഏണി ചാരല് കണക്കല്ല. ഇത് അതിനുള്ള ഹൈറ്റല്ലേ ഉള്ളൂ. ദേശീയകാലം കൂടുതൽ ലേബറൊക്കെ ആയി ചുമന്നുകൊണ്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. തോമസ് അലക്സ് സാർ പറഞ്ഞത് പൈപ്പിന്റെ എല്ലാ വർക്കും മാത്രം ചെയ്തു കൊടുത്താൽ മതി, തൈ കാര്യങ്ങളും വളം കാര്യങ്ങളൊക്കെ സാർ തന്നെ ചെയ്തോളൂ എന്നാണ് പറഞ്ഞത്. ഇന്ന് വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആകുകയാണ്. കാലിന്റെ എല്ലാ വർക്കും ചെയ്ത് കഴിഞ്ഞ് കുരുമുളക് കൃഷി സിമെന്റ് പൈപ്പിൽ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. കേരളത്തിൻ്റെ എവിടെ ആണെങ്കിലും ലോ കോസ്റ്റിലായിട്ട് നമ്മൾ സൈറ്റിൽ വന്നിട്ട് A to Z കാര്യങ്ങൾ ചെയ്തു തരും. സാർ എന്നെ നിങ്ങൾ പറഞ്ഞങ്ങൾ കേട്ടില്ലോ. സാറ് കുറേ കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കി നമ്മളാണ് ഏറ്റവും ലോ കോസ്റ്റിൽ ചെയ്തു കൊടുക്കുന്നത് സാറ് പറഞ്ഞു.